ബാലേട്ടാ, ബാലേട്ടാ, ഞമ്മളാകെ പ്രശ്നത്തിലാണ് ബാലേട്ടാ. നീ പ്രശ്നത്തിലാവാത്ത ദിവസമുണ്ടോ മൂസ? കാര്യം പറയും. ഞമ്മളെ പെരയില് കൊറേ നാളായിട്ട് ഒരു അസുരം വന്ന് കുടിക്കണം. കുറെ നാളായ ഒരു സംഗതി നീ ഇപ്പോഴാണ് അറിയുന്നത്? ഹൗസ് ഓണർ കാലിന് മുട്ടൊടിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നപ്പോഴാണ് നമ്മൾ വിവരം അറിയണത്. അയാൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോ പെരക്ക് ദോശട്ട് പോലെ നമ്മൾ പെരന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി കൊടുക്കണം. അപ്പൊ മൂസാക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് വാസ്തുപുരുഷനാണല്ലേ? നമ്മൾ അയാളോട് ഒരു തെറ്റും ചെയ്തില്ലാന്ന്, ഒരു കാരണമില്ലാണ്ട് അയാൾ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മൂസയെ വീട്ടിൽ നിന്ന് ഓടിക്കാനാണ് അയാളെ പ്ലാൻ. അതന്നെ. എടോ, സംഗതി ശുദ്ധ തട്ടിപ്പാ. റിയൽ എസ്റ്റേറ്റ് വ്യവസായം കേരളത്തിൽ തഴച്ചു വളർന്നപ്പോ ഒടി തട്ടിയെടുത്തതായി ഈ വാസ്തുശാസ്ത്രം. നല്ല വിലയുള്ള വസ്തുവിന് വിലയില്ലാതാക്കുക, വിലയില്ലാത്ത വസ്തുവിന് വൻ വിലയുണ്ടാക്കുക. വാസ്തുദോഷം പറഞ്ഞ് നല്ല വീട്ടിൽ നിന്ന് വീട്ടുകാരെ ഓടിക്കുക, ജനങ്ങളെ പേടിപ്പിച്ച് കാശ് കെട്ടുക. സംഗതി ശാസ്ത്രാന്നട്ടോ നമ്മൾ വിചാരിച്ചേ. ശാസ്ത്രത്തിന്റെ പേരും പറഞ്ഞിട്ട് അപ്പൊ തട്ടിപ്പ്. കപടശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട് മൂസ. ഗൗളിശാസ്ത്രം സയൻസ് ആണെന്ന് ആരെങ്കിലും പറയോ? അപ്പൊ വാസ്തുശാസ്ത്രം ശാസ്ത്രമല്ലേ ബാലേട്ടാ? വാസ്തുവിദ്യ ശാസ്ത്രമാണ്, തച്ചുശാസ്ത്രം. അതിന് കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഈ പുരുഷന്റെ നിൽപ്പും കിടപ്പും പറഞ്ഞിട്ടുള്ള പണി അത് ശുദ്ധ അസംബന്ധമാണ്. അല്ല, ഞമ്മളെ പെരയിലെ ഈ പുരുഷനെ ഓടിക്കാൻ നമ്മൾ എന്തിനാ മാണ്ടിയേ? വാസ്തുദോഷത്തിന്റെ ഭീഷണി മൂസയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കണ്ട, അത് 3 പേരുണ്ട്. ആരൊക്കെയത്? 1 കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് മാഫിയ, 2 കരാറുകൾ, 3 വാസ്തു വിദഗ്ധൻ. ഈ മാഫിയാനൊക്കെ നമ്മൾ ഏടെ പോയി തപ്പാനാ ബാലേട്ടാ? സോഫിയാനൊക്കെ നമ്മൾ കേട്ടിക്കണ്. ഇമാതിരി പേരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കാട്ടോ. എടോ, ആ ഭൂമിയിൽ കണ്ണുള്ള ആരും ആവാതെ വീട് പണിയുന്ന കരാറുകാരനും നമ്മളെ വാസ്തു പറഞ്ഞു പറ്റിക്കും. ഏറ്റവും വലിയ പറ്റിപ്പ് വീരൻ വാസ്തു വിദഗ്ധൻ തന്നെ. അല്ല, ബാലേട്ടൻ ഇങ്ങനെ ആരെയും പറ്റിച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ. വീട്ടിലൊരു പൂജാമുറി വേണമെന്ന് സ്വർണ്ണലത ഉണ്ടാക്കി കൊടുത്തു. മുമ്പ് ക്ലോസറ്റ് വെച്ചെടുത്ത ഇപ്പൊ അവൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അയ്യേ, അത് മോശമല്ലേ ബാലേട്ടാ? എടോ, ആ വാസ്തുവിദ്വാൻ പറഞ്ഞു സംഗതി അവിടെ തന്നെ വേണം. പൂജാമുറി അവളുടെ വിശ്വാസം, വാസ്തുവും അവളുടെ വിശ്വാസം. നമ്മളായിട്ട് എന്തിനാ വിശ്വാസികളെ വിഷമിപ്പിക്കാൻ പോകുന്നത്? അല്ല, നമ്മളെ കാര്യത്തിലേ നാളേക്ക് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. നാളെ JCB വരും, പൊരടിച്ച് നിരപ്പാക്കൂ. അപ്പൊ ഇന്നൊരു രാത്രി കൊണ്ട് തീരുമാനം എടുക്കണം. ഒറ്റ രാത്രി ബാലേട്ടാ. മുമ്പിൽ ശത്രുപക്ഷത്ത് 3 പേരാ. അവരെങ്ങനെ നേരിടാൻ നോക്കണം. മൂസ സമാധാനമായിട്ട് പോയിക്കോ, ഞാൻ വിളിക്കാം. വിളിക്കണം നിങ്ങള്, നിങ്ങളാണ് നമ്മളെ ധൈര്യം. പോയോ? ഇൻഷാ അല്ലാ. നരിക്കുനിയിൽ ഉമ്മാന്റെ പൊരലി ഈ സാധനങ്ങളൊക്കെ കൊള്ളുന്ന നിന്റെ സംശയം? കൊള്ളൂലെങ്കിലേ മണ്ണെണ്ണ വെച്ചാൽ കത്തിച്ചാളി. കത്തിച്ചാലാണ് പിന്നെ ഇതെല്ലാം കെട്ടിപ്പോരെ അങ്ങോട്ടുണ്ടോ? ഇമ്മിറ്റത്തിട്ടെന്നെ കത്തിച്ചാ പോരെ, ഒരു പ്രതിഷേധം ആയിക്കോട്ടെ. എനിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ വല്ലാതെ മിസ് ചെയ്യുമ്മ. പെട്ടെന്നൊക്കെ വീട് മാറി പോവാന്ന് പറഞ്ഞാല് ആരോട് യാത്ര പോലും പറയാൻ പറ്റിയിട്ടില്ല. അതിന് ഈ കുവൈത്തിലേക്ക് അങ്ങാനാ പോണേ? ഇവിടെ നരിക്കിനേക്കല്ലേ ഓളൊരു യാത്ര പറച്ചില്. അപ്പൊ ഒക്കെ കെട്ടിപ്പെറുക്കി വെച്ചോ? ഒരൊറ്റ പെട്ടി ഓട്ടോറിക്ഷ വിളിച്ചാൽ കയറ്റാവുന്ന സാധനങ്ങളെ ഈ പൊലയിലുള്ളൂ. അതിനൊരു പെട്ടി ഓട്ടോന്റെ അത്രയുള്ള പെരയിലേക്കല്ലേ മോളെ നമ്മള് പോണത്? ഓ, ചെറുതാണെങ്കിലും കേറി കിടക്കാൻ ആ പൊരയല്ലുള്ളൂ, അത് ഓർമ്മമാണോ? ഓ, ഈ പറയുന്ന ആൾക്ക് കൊണ്ടോട്ടിയിലും മണിമാളികയാണല്ലോ. ഉപ്പ, ഇനി വാടക വീട് നോക്കുമ്പോ കഴുത്തിന് മുകളിൽ തലയുള്ളവരെ വീട് നോക്കി വേണം വാങ്ങാൻ. അതിന്റെടാ ദിവാകരേട്ടന്റെ കൗത്തിന്റെ പോലെ പിന്നെ കഞ്ഞിക്കല അല്ല, അതുകൊണ്ടല്ലപ്പാ. അയാൾക്ക് കഴുത്തിന്റെ മുകളിൽ തലയുണ്ടെങ്കിൽ അയാൾ ചിന്തിച്ചിട്ടല്ലേ നമ്മൾ ഇറക്കി വിടൂ. പൊട്ടന്മാരല്ലാത്ത ഏതെങ്കിലും ഹൗസ് ഓണർമാര് മതി നമുക്ക്. അല്ല, നാളെ ഒരു JCB കൊണ്ട് വരുമോ? അല്ല മോളെ, പൊര പൊളിക്കിനെ കണ്ടിട്ട് പോയാ മതിയായിനു. നല്ല രസാ. ആ വലിയ യന്ത്രം ഇങ്ങനെ തുമ്പിക്കൈ മാതിരി ഇങ്ങനെ കോരി എടുക്കൂ. ഇവിടെ ഇരുന്ന് കണ്ടോ, ഞങ്ങൾ അങ്ങോട്ട് പോകും. പോണ ഇഞ്ച പൊരയിലേക്കാണ് ഓർത്തോളിങ്ങള്. അതിന് ഞമ്മളെവിടെയും പോകുന്നില്ലെങ്കിലോ? സത്യാണോപ്പാ? അന്ധവിശ്വാസം കൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യുന്നവരെ അതേ നാണയം കൊണ്ട് നമുക്ക് പകരം വീട്ടണം. അതിനുള്ള വയ്യൊക്കെ ഉപ്പ കണ്ടിച്ചു. ഇഞ്ച പൊരയിലേക്ക് പോണെന്ന് കണ്ടപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ വാസി കൂടിയത്? ഒരു നല്ല കാര്യത്തിന് നല്ല വാശി നല്ലതാണമ്മ. അപ്പൊ കെട്ടിവെച്ച സാധനങ്ങളൊക്കെ തൽക്കാലം അവിടെ തന്നെ നിക്കട്ടെ. പോകുന്നില്ലെങ്കിൽ പിന്നെന്തിനോപ്പാ? ചെലപ്പം പോണ്ടി വന്നാലോ? ആ MIT Musa, MIT Musa, MIT Musa, MIT Musa. നിക്ക് മോൻ എങ്ങോട്ടാ? അല്ല, നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ട്? മോൻ എന്റെ വീട് നല്ലോണം അറിയാലോ, അവിടത്തേക്ക് തന്നെയാ. വീടിന്റെ മുറ്റത്തിറക്കി തന്നാ മതി. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. ഇതാ നോക്ക്,
തായ്വളപ്പിലെ ഗംഗാധരനാണോ ഞാൻ? മരിച്ചു പോയ ഗംഗാധരൻ. മരിച്ചാലും ഞാനിവിടൊക്കെ തന്നെ ഉണ്ടോ? ഈ നാടും വീടൊക്കെ വിട്ട് ഞാൻ എവിടെ പോവാനാ? നിങ്ങളെന്തിനാ ഇവിടേക്കല്ലേ കറങ്ങി നടക്കുന്നത്? വെറുതെ ആൾക്കാരെ പേടിപ്പിക്കുക. ഗതി കിട്ടാത്ത ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു നടക്കും. മരിച്ചിട്ട് കൊല്ലം 3 ആയില്ലേ? ഇപ്പൊ എന്താ ഇങ്ങോട്ട് ഇറങ്ങിയേ? വെള്ളമുണ്ടും കുപ്പായം ഇല്ലാത്തോണ്ട് ഞാൻ എങ്ങോട്ട് ഇറങ്ങാറില്ലായിരുന്നു. വെള്ളയല്ലേ ഞങ്ങളുടെ പ്രേതങ്ങളുടെ യൂണിഫോം. ഒരു കുപ്പായം പോലും വാങ്ങിയിടാനുള്ള പൈസ ഇല്ലാത്തോണ്ടാ ഞാൻ തൂങ്ങിച്ചത്തത്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നത്? ഈ അല്ല സുശീല അന്ന് ഒരു വാസ്തുവിദ്വാനെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നത്. അത് ഞാൻ മറന്നിട്ടില്ല. മരിച്ചതല്ലേ, ഇനിയെങ്കിലും അത് മറന്നൂടെ? മരിച്ചാലെല്ലാം മറക്കെങ്കില് പ്രേതങ്ങൾ ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ നടക്കോ? അപ്പൊ നിങ്ങൾ പ്രതികാരം ചെയ്യാൻ വന്നതാ? അത് സ്റ്റാർട്ട് ആവൂല മോനെ. നിങ്ങളെല്ലാം മയക്ക് പിടിച്ചു വെച്ചിരിക്കുക. ഈ പ്രേതങ്ങൾക്ക് വല്ലാത്ത ശക്തി തന്നെയല്ലേ? ജീവനുള്ള 100 മടങ്ങ് ശക്തി മരിച്ചാലുണ്ടോ? ഇതൊക്കെ എന്നോട് പറയുന്നത്? വാസ്തു ശരിയാക്കാൻ വീട് പൊളിച്ചു പണിത് കുത്തുപാളയെടുത്ത് കെട്ടിത്തൂങ്ങിയവരാ ഞാൻ. അറിയാലോ സുഷീല്? എത്ര മോനെ അന്നതിന് കിട്ടി കമ്മീഷൻ? 5000. വെറും 5000. ആഹാ. ആ പൈസ ഇപ്പൊ തന്നെ തരാം. എന്നെ വെറുതെ ഒന്ന് വിട്ടേക്ക്. പൈസ മോ കയ്യിൽ തന്നെ വെച്ചോ. ആ പ്രേതങ്ങൾക്ക് പലചരക്ക് കടയിൽ പോയാൽ അരിയും പഞ്ചസാരയും വാങ്ങാൻ പറ്റൂല. ഞങ്ങൾ പാർക്കുന്നിടത്ത് ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ നോട്ട് എടുക്കേയില്ല. എന്നാ പിന്നെ കറൻസി ഏതാണെന്ന് പറയും. റൂബിള്, റിയാല്, ദിർഹം, യെന്നി. എന്റെ സുശീല, ആൾക്കാര് മരിച്ചാല് റഷ്യയിലും ദുബായിലൊന്നല്ല പോവാ. എന്നാ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടിയേ? എനിക്ക് ആ വാസ്തുപുരുഷനൊന്ന് കാണണം. അല്ലാക്കില്ല വാസ്തുപുരുഷൻ. ഇത് ആര് വരച്ചെന്നാ? അത് ഇന്റർനെറ്റിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുത്തതാ. ഇനി ഈ ചിത്രം കണ്ട ആൾക്കാരെ പറ്റിക്കാൻ നടക്കോ? ഇതെന്റെ ഒരു വരുമാന മാർഗല്ലെന്ന്. മറ്റുള്ളവരുടെ ആയുഷ്കാല വരുമാനോ, വെള്ളത്തിൽ കലക്കുണ്ടാക്കുന്ന വരുമാനോ, അത് നിനക്ക് വേണം സുശീല. ഞാൻ എന്റെ പുരയിലേക്ക് പോയിക്കോട്ടെ. ഇനി നിന്റെ പോലെ ഏതായാലും വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഉണ്ടാക്കി ദോഷമില്ലാതെ ഉണ്ടാക്കിയതല്ലേ. അപ്പോ ഞാനും വരുന്നു നിന്റെ കൂടെ. ഇനി അവിടെ അങ്ങ് കൂടാ. വണ്ടി എടുക്കും. അയ്യോ, ഞാൻ നിങ്ങൾ പറയുന്നത് എന്ത് ചെയ്യാ? ചെയ്തില്ലെങ്കിൽ ഇന്ന് നട്ടപ്പാതിര തൊട്ട് നിന്റെ വീട്ടിലായിരിക്കും എന്റെ പൊറുതി. എന്തിനാ പിന്നെ എന്റെ വീട്ടിലേക്ക് വരുന്നേ? എനിക്കൊരു വീടില്ല. ഉണ്ടായിരുന്ന വീട് കുത്തിപ്പൊളിച്ച് കടം വന്ന് കെട്ടി തൂങ്ങിയതല്ലേ. കടപ്പറവും വിറ്റു. എനിക്ക് സമാധാനമായിട്ട് അന്ത്യവിശ്രമം കൊള്ളാൻ ഒരിടം വേണം. ഇപ്പൊ നിന്റെ വീട് മാത്രമേ കാണുന്നുള്ളൂ. നിർത്തി. ഇന്നത്തോടെ ഞാൻ ഈ പണി നിർത്തി. സത്യാണോ? സത്യം. എന്നെ വെറുതെ വിട്ടേക്ക്. പിന്നെ ആ ഗംഗാധരട്ട പുരലേക്കൊന്നും വരില്ലേ? നിങ്ങൾ ഏതെങ്കിലും പാലമരത്തിന്റെ ചോട്ട് പോയി കുത്തിരിഞ്ഞോ? പാലമരൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാണോ? എവിടെങ്കിലും പോയി കിടക്കാം. എന്റെ മൂസക്ക, എന്തേടോ ഒരു പ്രേതം നടന്നു പോന്നെ കണ്ട? ഏടേ ഞമ്മള് കാണുന്നില്ലല്ലോ. ആ വെള്ളമുണ്ട് ഷർട്ട് ഇട്ട് നിങ്ങൾ പോന്നെ കാണുന്നില്ലേ? അതെനിക്ക് തോന്നിയതാണ് സുശീല. അവിടെ ആരുമില്ല. ബൈക്ക് ഷാട്ടായി. ആ കളവ നേരത്തെ പിടിച്ചു നിർത്തിയായത്. എന്നെ കണ്ടത് നന്നായി. നാളെ പെലച്ചക്ക് ഈ വീട്ടിൽ വരണം കേട്ടോ. ആ വാസ്തുദോഷം മാറ്റാനുള്ള പൂജ ചെയ്യണം. ദക്ഷിണ എത്ര വേണമെങ്കിലും ഞാൻ തരൂ കേട്ടോ. നിർത്തി. ഞാൻ വരില്ല മുസക്ക. ആ ഏർപ്പാടെ നിർത്തി. അതങ്ങനെയാ. എന്റെ ഭഗവാനെ, പ്രേതം പോയില്ല. തിരിക്കാം. ഇങ്ങോട്ടൊന്ന് തിരിക്കണേ. വണ്ടി തിരിയുന്നില്ല. ഇവനെന്തൊക്കെയാ കാണിക്കുന്നത്? അതെന്ത് പറ്റി സുശീല അങ്ങോട്ടാണ് പോകുന്നത്? അതെ, പ്രേതം അങ്ങോട്ടാ പോയത്. ഞാനിപ്പോ അങ്ങോട്ട് പോയാൽ ശരിയാവൂല. എങ്ങനെട്ടാ നിക്കി അവിടെ നിക്കീന്? ആരാ? മൂസ. മൂസ സംഗതി ഏറ്റു എന്നാ തോന്നുന്നത്. ഓൻ പേടിച്ചോടുന്ന ഞമ്മള് കണ്ട്.
ഇതാ അപ്പോ ഇതാ, നിന്റെ ഒരു സന്തോഷത്തിന് ഇതൊന്നും വേണ്ടായിരുന്നു സാർ. വെച്ചോളിന്ന് നാടകഭിനയൊക്കെ കുറവല്ലേ ഗംഗാരട്ടാ. പിന്നെ ആ മൂക്കിലെ പഞ്ഞിടുക്കി ആ കെട്ടു വെച്ചാളി. കേറിക്കോളി, ഞാൻ വീട്ടിൽ കൊണ്ട് ഇറക്കി തരാം. കേറിക്കോളിന്ന്. ആ പിടിച്ചിരുന്നോളിട്ടോ. ആ സുശീലാണല്ലോ. വേറെ നല്ലത് വരട്ടെ. മറ്റേ കയ്യും പൊട്ടണ്ട. അയ്യോ പതുക്കെ. ഡോറ് ഞാൻ അടച്ചോളാം. വരട്ടെ. എന്റെ അമ്മോ. മെല്ലെ, പതുക്കെ. എപ്പോഴാ മൂസ വീട് ഇന്ന്? ഒരു 8-9 മണിയാകുമ്പോഴേക്ക് വണ്ടി വരുന്ന പറഞ്ഞ. പാത്തുമ്മ, നിങ്ങളെ കുടുംബത്തിനെ ഇറക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, ഇന്ത്യ ഒരു കാലം ഇപ്പൊ പോയുള്ളൂ. രണ്ടാമത്തെ കാലോടി പോകുന്നതിന് മുമ്പ് വീട് ഒഴിപ്പിക്കുന്നതല്ലേ നല്ലതെന്ന് ഓർത്തപ്പോ പറയുന്ന കേട്ടാ തോന്നുന്നു നിങ്ങളെ 2 കാലിന്റെ മുകളിലാണ് പൊര നിക്കണേന്ന്. ഞാനല്ല കാരണം. ഈ വാസ്തു പുരുഷന്റെ ശയനസ്ഥിതിയാ. വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലുമായിട്ട് മൂപ്പര് കിടക്കുന്നത്. അതുകൊണ്ടാ എനിക്ക് കാല് സംബന്ധിച്ച രോഗങ്ങൾ വരുന്നത്. അത്രയും ദോഷമുണ്ട് ദിവാരട്ടപ്പേർക്ക്. വാസ്തുവിദ്യ ശുചിയിൽ തന്നെ പറയട്ടെ. വാസ്തുപുരുഷൻ വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലുമായിട്ടാണ് ഇതുവരെ കിടന്നത്. പക്ഷെ ഇന്നലെ കൃത്യം 11 മണിക്ക് മൂപ്പർ നേരെ തിരിഞ്ഞങ്ങ് കിടന്നു. വാസ്തുപുരുഷൻ തിരിഞ്ഞു കിടക്കൂ? എന്റെ ദിവാകരേട്ടാ, ഞമ്മൾ ഉറക്കത്തിൽ എങ്ങനെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നുണ്ട്. അങ്ങനെ ആ വാസ്തുപുരുഷനൊന്ന് തിരിഞ്ഞെടുക്കാൻ തോന്നിണ്ടാവും. ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്ത? അല്ല, അപ്പൊ വീടിന്റെ ദോഷം മാറി എന്നാ സുശീലം പറയുന്നത്? മാറി വരട്ട, എല്ലാം മാറി. ദിവാകരേട്ടന്റെ കാലിന്റെ വേദന മാത്രം മാറിയില്ല. അതെങ്ങനെയാ വന്നതെന്ന് നമ്മൾ പ്രശ്നം വെച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു. എങ്ങനെയാ? നിങ്ങളെ പെരയിലുണ്ടാവുന്ന കഷ്ടപ്പാട് മുഴുവനും ഉണ്ടാവണതല്ല, ഉണ്ടാക്കണതാ. നിങ്ങളെ ബൈക്ക് ഇടിച്ചതും നിങ്ങളെ മോന്റെ വിസ റദ്ദായതൊക്കെ എല്ലാം ഈ പെരയും പറമ്പ് വാങ്ങാൻ വരുന്നവർ ഉണ്ടാക്കിയതാ. വേണമെങ്കിൽ ഹിമാറിനോട് ചോദിച്ചു നോക്കി. നിങ്ങളെ ഓരോക്കെ കമ്മീഷൻ പറ്റിട്ടേ 2 തലയും കത്തിച്ചിട്ട് നടുവിൽ പിടിക്കാൻ ഹിമാറ്. ആണോ? സത്യം പറയും. ഞാനല്ല, അവരാ ബൈക്ക് ഇടിപ്പിച്ചത് വീട് പൊളിക്കാൻ പറഞ്ഞതൊക്കെ. ഞാൻ വെറും ഒരു വാസ്തുവിദ്യൻ മാത്രം. നിന്റെ ഒരു വാസ്തു ഭാഗ്യലക്ഷ്മി ഒരു ദിവസം നമ്മളെ കടാച്ചിക്കും. ലക്ഷ്മി ലളിതൻ കണ്ണടിക്കണോ നോക്കി കുത്തിരുന്നോ നിങ്ങള്. പഠിച്ചോനെ ഞാൻ കേക്കണത്. അടിക്കൂലാണ് ഞമ്മളല്ല പറയണേ. അടിച്ചാൽ എന്ത് ചെയ്യും? അടിച്ചാൽ 1 കോടി എനിക്ക് വരും. 1 കോടി എനിക്ക്? മൂസാഖയ്ക്ക് ഈ വാർത്ത കേൾക്കുമ്പോ നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, ഓക്കാനം, ഛർദി, വിയർപ്പ്, വ്യാകുലത എന്നിവ വരാൻ സാധ്യതയുണ്ട്. പഠിച്ചോനെ ലോട്ടറി അടിക്കണ്ടില്ല. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം, ഇടിവെട്ട് തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. MIT മൂസ, MIT മൂസ, MIT മൂസ, MIT മൂസ, MIT മൂസ,